ചൊക്ലിയിലെ CPIM നേതാവായിരുന്ന മാമൻ വാസു രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടന്നു. ചൊക്ലി ടൗണിൽ മേനപ്രം ലോക്കലിന്റെ നേതൃത്വത്തിൽ ബഹുജന പ്രകടനവും നടന്നു. മേനപ്രം ലോക്കൽ കേന്ദ്രമായ കാഞ്ഞിരത്തിന് കീഴിൽ ഏരിയ കമ്മിറ്റി അംഗം വി ഉദയൻ മാസ്റ്റർ പതാക ഉയർത്തി. പാനൂർ കിടഞ്ഞിയിലെ സഹനസൂര്യൻ റെഡ് ബാൻഡ് സംഘത്തിന്റെ അകമ്പടിയോടുകൂടി പുഷ്പാർച്ചന നടക്കുന്ന ചൊക്ലി ടൗണിലേക്ക് മേനപ്രം ലോക്കലിന്റെ ബഹുജന പ്രകടനവും നടന്നു.
നിങ്ങൾ മരിക്കുന്നില്ല. ഇൻക്ലാബ് സിന്ദാബാദ്. തുടർന്ന് ചൊക്ലി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ KP വിജയൻ പതാക ഉയർത്തി. മാർക്സിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തപതാക സിന്ദാബാദ്. ഡിസംബർ 12 സിന്ദാബാദ്. സഖാവ് മാമന്ദിരം സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. സഖാവ് മാമൻ അഭിവാദ്യങ്ങൾ. കൊണ്ടുചുവന്ന ചെഞ്ചോരക്കൊടി വാനിലുയർത്തി പ്രതിജ്ഞ ഞങ്ങൾ എടുക്കുന്നു. രക്തസാക്ഷി മരിക്കുന്നില്ല. പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല. മാമൻ വാസു സ്മൃതി മണ്ഡപത്തിൽ KK പവിത്രൻ മാസ്റ്റർ പതാക ഉയർത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ മാമൻ വാസു അനുസ്മരണ പ്രഭാഷണം നടത്തി. നീണ്ട കാലയളവിൽ സഖാവ് മാമൻ വാസുവിനെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ പതിയിരുന്ന് അക്രമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്ന് നമുക്ക് പിന്നീട് ബോധ്യപ്പെടുകയുണ്ടായി. പല ഘട്ടങ്ങളിലായി സഖാവിനെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അരങ്ങേറിയിരുന്നു. സഖാവിന് നേരെയുള്ള അക്രമ സംഭവങ്ങൾ ആവർത്തിച്ച് ഉണ്ടായിരുന്നെങ്കിലും അത്ഭുതകരമായി അദ്ദേഹം നമുക്കിടയിൽ ജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒടുവിൽ ചതിയിൽപ്പെടുത്തി പുലർകാലത്ത് ആ സഖാവിനെ ഈ മണ്ണിൽ നിഷ്ഠുരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ സഖാവ് മാമൻ വാസുവിനെ കൊലപ്പെടുത്തിക്കൊണ്ട് CPIMനെ നിഷ്ക്രിയമാക്കാനും CPIMന്റെ സഖാക്കളെ പിറകോട്ടെടുപ്പിക്കാനും കഴിയും. അതുവഴി ചൊക്ലിയെയും പരിസര പ്രദേശങ്ങളെയും കാവി പുതപ്പിക്കാനാകും എന്നായിരുന്നു ആ ദുഷ്ടശക്തികൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചൊക്ലി കാവി പുതക്കുന്നതല്ല പിന്നീട് നാം കണ്ടത്. രക്തസാക്ഷി എന്ന സഖാവ് മാമൻ വാസു ജീവിച്ചിരുന്ന മാമൻ വാസുവിനേക്കാൾ കൂടുതൽ കരുത്തനായി ഈ ചൊക്ലിയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നെടുങ്കോട്ടയായി മാറുകയും ചൊക്ലിയാകെ ചുവന്നു തുടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചക്കാണ് 1995 ശേഷമുള്ള ഈ കാലയളവ് ആകെ നാം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള, KK പവിത്രൻ മാസ്റ്റർ, VK രാഗേഷ്, KP വിജയൻ, T ജയേഷ് തുടങ്ങി വിവിധ നേതാക്കൾ പങ്കെടുത്തു.